നിങ്ങളെന്താണ് മയക്കുമരുന്ന് ഉപയോഗിക്കാത്തത്? മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ഇവിടുത്തെ സ്ത്രീകളെല്ലാം ഈ ഇവിടെ പോയിട്ട് ക്യൂ നിന്ന് മദ്യമൊക്കെ മേടിക്കാത്ത എന്താ? പറഞ്ഞാൽ മതി, സുലഭമായി കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോഴും ഔട്ട്ലെറ്റുകൾ ഈ ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അപ്പൊ മിണ്ടരുത്. അല്ല, അപ്പൊ ആ പറയുന്ന സാധനം എത്രയാണ് മനസ്സിലാക്കണ്ടേ? ഈ നാട്ടിനകത്ത് ഇത്രയും ഡിവിഷൻ, സ്ത്രീകൾ മുഴുവനും വീട്ടിനകത്തിരിക്കുകയും അവരെല്ലാം സുലഭമായി കിട്ടുന്ന സാധനം സിഗരറ്റാണല്ലോ. എന്താ മേടിച്ചു എല്ലാവരും ഇവിടുത്തെ മുഴുവൻ പേരും വലിക്കാത്ത? നമുക്ക് കൃത്യമായിട്ടറിയാം, ഒരു 10% അതെല്ലാം ചെയ്യുന്നത്. അത് ആണായാലും പെണ്ണായാലും അത്രേ ഉള്ളൂ. അല്ലാതെ കിട്ടുന്ന കാരണം കൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് കഴിക്കുകയൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ മാടക്കടയിലും കഞ്ചാവ് കിട്ടുമായിരുന്നു. ഞങ്ങൾ ആരും വലിക്കാറില്ല. എല്ലാവർക്കും അറിയാം, പറയും ഇത് കുഴപ്പം പിടിച്ചതാണെന്നറിയാം. അതുകൊണ്ട് നിരോധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലമാണത്. നിരോധിക്കുമ്പം ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് എങ്ങനെങ്കിലും കഴിക്കാനാണ് അഡിക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും അത് തിന്നുമ്പോൾ ഇതിന് വില കൂടും. വില കൂടുമ്പം വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരും അതിനകത്തേക്ക് വരും. ആ വരുമ്പം അതിൻ്റെ വില ഓരോ ദിവസവും കൂടും. കാരണം നിരോധിച്ചിരിക്കുന്ന സാധനമാണ്, രഹസ്യമായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ വലിയ ഒരു സാമ്രാജ്യം, അണ്ടർവേൾഡ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങ് രൂപപ്പെടും.